അങ്ങനെ 3 റെസ്പിറോട്ടിക്കും കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്കൊരു ഊണ്ടുണ്ടായി സെയിം അല്ലെങ്കിൽ സിമിലർ ടിഷ്യൂസ് ആണ് വരുന്നതെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹലോ ഹായ് നമസ്കാരം, ഞാൻ എസ് ശരാജ്. വെൽക്കം ടു മൈ ക്ലാസ് റൂം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 5th ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ്. അതിൽ പാർട്ട് 1 കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയത്. നെക്സ്റ്റ് ഫാഗോസൈറ്റോസിസ് ആണ് നമ്മളടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. സോ ദയവായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ തുറന്നു വയ്ക്കുക. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാത്തജൻ അല്ലെങ്കിൽ ഒരു ജംസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്ത് കളയുന്ന വിഴുങ്ങി കളയുന്ന പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ WBCയുടെ കമ്പോണൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് എന്തോ ചെയ്യുന്നത്, നമ്മളെ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മളെ പാത്തജന് ജംസിനെ എൻഗൾഫ് ചെയ്ത് കളയുന്നത് വിഴുങ്ങി കളയുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫാഗോസൈറ്റ്സ് എന്ന് നോക്കണം. എന്താണ് ഫാഗോസൈറ്റ്സ്? ഏത് സെല്ലുകളാണോ ഈ പ്രോസസ്സിന് വിധേയമാകുന്നത് ആ സെല്ലുകളെ പറഞ്ഞ പേരാണ് നമ്മൾ ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫാഗോസൈറ്റോസിസ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലുകളെ പറഞ്ഞ പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ദ ജെംസ്. ഫാഗോസൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ്. എന്താണ്? ജെംസിനെ വിഴുങ്ങിക്കളയുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് ഫാഗോസൈറ്റോസിസ്. ഇനി ദ സെൽസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ആർ കോൾഡ് ഫാഗോസൈറ്റ്സ്. ഏത് സെല്ലുകളാണോ ഈ പ്രോസസ്സിന് വിധേയമാകുന്നത് ആ സെല്ലുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഫാഗോസൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നു. ദ വൈറ്റ് ബ്ലഡ് സെൽസ് WBCയിലുള്ള ചില കമ്പോണൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മോണോസൈറ്റും ന്യൂട്രോഫിലും. അതാണ് ഈ ഫാഗോസൈറ്റ്സ്. ഈ പറയുന്ന മോണോസൈറ്റ് അല്ലെങ്കിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്ന ഈ സെല്ലുകളാണ് നമ്മൾ എന്തോ പറയുന്നത്? ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ സ്റ്റേജസ് ഓഫ് ഫാഗോസൈറ്റ്സ് പറഞ്ഞത് ഇതാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഫാഗോസൈറ്റിന് സ്റ്റേജസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേജസ് എന്തെന്ന് നോക്കാം. എക്സാമ്പിൾ, ഇതൊരു സെല്ലെന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു പാത്തജൻ വന്നു. പാത്തജൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ന്യൂട്രോഫിലാവും മോണോസൈറ്റും ഏതെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യുന്നു? ഈ പാത്തജൻ എൻഗൾഫ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ പാത്തജൻ ഇപ്പോൾ എന്തിൻ്റെ അകത്തായി? ഇപ്പോൾ ഈ ഒരു സെൽ മെമ്പറിൻ സാക്കിൻ്റെ അകത്ത് ആയി. ആര്? നമ്മളെ പാത്തജൻ ഈ മെമ്പറിൻ സാക്കിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ പാത്തജൻ മെമ്പറിൻ സാക്കിൻ്റെ അകത്ത് ആയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആര് വരും? ലൈസോസോം എത്തും. ലൈസോസോം എന്ന് വെച്ചാൽ എന്താണ്? ലൈസോസോം എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കെമിക്കലാണ്. ഈ പാത്തജനെ നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ എന്താണ് അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള കെമിക്കലാണ് ആരെന്ന് പറയുന്നത്? ലൈസോസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈസോസോംസിന് മനസ്സിലായി ആരെവിടെ ഉണ്ടെന്ന്. ഒരു പാത്തജൻ നമ്മുടെ മെമ്പറിൻ സാക്കിൻ്റെ അകത്തുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ലൈസോസോമിന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ലൈസോസോം പതുക്കെ വന്ന് ആരുമായിട്ട് ജോയിൻ ചെയ്യും? നമ്മുടെ ഈ മെമ്പറിൻ സേക്കുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ലൈസോസോം പയ്യെ ഈ മെമ്പറിൻ സാക്കിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷം ഈ പാത്തജനെ മൊത്തം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് കളയും. ഇതാണ് ഫാഗോസൈറ്റ്സിൻ്റെ പ്രോസസ്സ്. ക്ലിയർ ആയോ? ഇതാണ് നിങ്ങൾ ടെക്സ്റ്റിലും പറയുന്നത്. ഒരു പാത്തജൻ വന്നു. പാത്തജൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യുവാണ്? ഈ പാത്തജനെ ഇത് എൻഗൾഫ് ചെയ്യുവാണ്, വിഴുങ്ങി കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആ മെമ്പറിൻ സാക്കിൻ്റെ അകത്ത് ഈ പാത്തജനെ ആക്കി. ഈ കാണുന്ന ബ്രൗൺ കളറിൽ കാണിക്കുന്നതാണ് പാത്തജൻ. ഈ മെമ്പറിൻ സാക്കിൻ്റെ അകത്ത് പാത്തജൻ ആക്കിയതിന് ശേഷം അപ്പോൾ അവിടെ ആർക്കും സിഗ്നൽ കിട്ടി? നമ്മളെ ലൈസോസോമിന് സിഗ്നൽ കിട്ടി. അപ്പോൾ ലൈസോസോം ഓടി വന്ന് നമ്മളെ മെമ്പറിൻ സാക്കുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പയ്യെ ലൈസോസോം എന്തിൻ്റെ അകത്തോട്ട് കയറും? ഈ മെമ്പറിൻ സാക്സിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഈ പാത്തജൻ ഫുള്ളായിട്ട് നമ്മൾ അപ്പോൾ ഈ ലൈസോസോം ഫുള്ളായിട്ട് ഈ പാത്തജനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ലൈസോസോം എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എൻസൈമാണ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. കട്ട് ഷോർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് എന്തെന്നാണ്? ജെംസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്ത് വിഴുങ്ങി കളയുകയോ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നു. ഏത് സെല്ലുകളാണോ ഇതിന് വിധേയമാകുന്നത് ആ സെല്ലുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെല്ലുകൾ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റ്സ് എന്ന് നമ്മൾ സെല്ലുകളെ നമ്മൾ പറയുന്നത്. ഇനി കുറച്ച് അതിന് സ്റ്റേജസ് പറയുന്നുണ്ട്. നമ്മളൊരു പാത്തജൻ വന്നിട്ട് പാത്തജൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ന്യൂട്രോഫിലോ മോണോസൈറ്റോ പാത്തജന് അതിൻ്റെ
സെൽ മെംബ്രെയിൻ സാക്കിൻ്റെ അകത്ത് ആക്കുകയാണ് ചെയ്യുന്നത്. ആക്കിയതിന് ശേഷം ഇത് നമ്മൾ മെംബ്രെയിൻ സാക്കിൻ്റെ അകത്ത് ആയിക്കഴിഞ്ഞാൽ ആർക്ക് സിഗ്നൽ പോകും? നമ്മൾ ലൈസോസോമിന് സിഗ്നൽ പോകും. അപ്പോൾ ലൈസോസോം വന്ന് ഈ മെംബ്രെയിൻ സാക്കുമായിട്ട് ചേർന്നതിന് ശേഷം തന്നെ പയ്യെ ലൈസോസോംസും ഈ മെംബ്രെയിൻ സാക്കിൻ്റെ അകത്ത് ആയതിനു ശേഷം ഈ പാത്തജനെ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് കളയും. ഇത്രയുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേജസ് ഓഫ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോളണം കേട്ടോ, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ഉണ്ടോ ഒരു ഇഞ്ചുറിയോ പറ്റിക്കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നതും ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മൈനർ കട്ട് സംഭവിച്ചാൽ ബ്ലീഡിങ് ഉണ്ടാകും. ബ്ലീഡിങ് ഉണ്ടായാൽ അവിടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഒരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്നതെന്ന് പറഞ്ഞിട്ടാണ് താഴോട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതെവിടെ ഒരു ഊണ്ടുണ്ടായി കഴിഞ്ഞാൽ, ഈ എൻ്റെ കയ്യിലൊരു ഊണ്ടുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ആയപ്പോൾ ഈ ഭാഗത്തിലുള്ള ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ആയപ്പോൾ എന്താണ് ഡീജനറേറ്റ് ആവുന്നത്? ടു ഫോം ദ എൻസൈം ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻസൈം ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരത്തിൽ നിന്ന് ഊണ്ടുണ്ടായതിനു ശേഷം ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ആയി പോകുന്നത്. അങ്ങനെ അപ്പോൾ ആരുണ്ടായി? ത്രോംബോപ്ലാസ്റ്റിനുണ്ടായെന്ന് അറിയുമ്പോൾ നമ്മളെ ബ്ലഡിൽ, നമ്മളെ പ്ലാസ്മയ്ക്കുള്ളിൽ കറങ്ങി നടക്കുന്ന വേറൊരാളാണ് ആര്? പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോത്രോംബിൻ സിഗ്നൽ കിട്ടിയപ്പോഴത്തേക്ക് ആര് വരും? ത്രോംബോപ്ലാസ്റ്റിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുമ്പോഴത്തേക്ക് ആര് വരും? പ്രോത്രോംബിൻ എത്തും. ഈ പ്രോത്രോംബിൻ എന്തായിട്ട് കൺവേർട്ടാണ് ചെയ്യുന്നത്? ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ആരുടെ സഹായത്തോടു കൂടി ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ്റെയും വൈറ്റമിൻ കെയുടെയും കാൽഷ്യത്തിൻ്റെയും ഹെൽപ്പോട് കൂടി ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ത്രോംബിനായിട്ട് മാറിയതിന് ശേഷം ഇനി അവിടെ ആര് വരും? ത്രോംബിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫൈബ്രിനോജനായിട്ട് ത്രോംബിൻ ട്രാൻസ്ഫോം ആവും. ഓക്കെ, ത്രോംബിൻ ട്രാൻസ്ഫോംഡ് ടു ഫൈബ്രിനോജനായിട്ട് മാറും. ഈ ഫൈബ്രിനോജനായിട്ട് മാറിയതിന് ശേഷം പിന്നെ അത് എന്തായിട്ടാണ് ഫോം ചെയ്യുന്നത്? ഒരു ഫൈബേഴ്സ് ആയിട്ട് മാറും. എന്നുവെച്ചാൽ ഒരു നെറ്റ്വർക്ക് പോലെ ഫൈബേഴ്സ് ആയിട്ട് മാറും. ഈ ഫൈബേഴ്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇതൊരു എൻറ്റാങ്കിൾ എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ആയിട്ട് ഒരു എൻറ്റാങ്കിൾ, ഒരു കൂട്ടം, ഒരു ഫൈബ്രിൻ നെറ്റ്വർക്ക്സ് ആയിട്ട് മാറും. ഇതാണ് എന്തിന് സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ബ്ലഡ് ക്ലോട്ടിങ് ഈസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം. ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നതും ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. The changes that take place during the blood clotting is consolidated below. താഴെ അവർ പറയുന്നുണ്ട്. നമ്മൾ tissues and platelets are at the site of the wound degenerate to form the enzyme called thromboplastin. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെ ഒരു സൈറ്റ് ഓഫ് ഊണ്ട്, നമുക്കൊരു ഊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഊണ്ടിൽ നിന്നും ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ആയി പോകും, ഇല്ലാതായി പോകും. എന്തിനു വേണ്ടിയാണ് ഇല്ലാതാകുന്നത്? ടു ഫോം ദ എൻസൈം കോൾഡ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു എൻസൈം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഊണ്ട് സൈറ്റിൽ നിന്ന് ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ആവുന്നത്. അപ്പോൾ ആര് വരും? നമ്മളെ നമ്മളെ ബ്ലഡിനകത്തുള്ള പ്ലാസ്മയിൽ നിന്ന് ആരുണ്ട്? പ്രോത്രോംബിൻ ഫോം ആവും. ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആരുടെ സഹായത്തോടു കൂടി കൺവേർട്ട് ചെയ്യുന്നു? ഈ പറഞ്ഞ ത്രോംബോപ്ലാസ്റ്റിൻ്റെയും കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ കെയുടെയും സഹായത്തോടു കൂടി ത്രോംബിനായിട്ട് മാറുന്നു. പിന്നെ ഈ ത്രോംബിൻ ചേഞ്ച്ഡ് ടു എന്തായിട്ട് മാറുന്നു? ഫൈബ്രിനോജനായിട്ട് മാറും. നിങ്ങൾ ആരും ചിന്തിക്കരുത് ഈ ഫൈബ്രിനോജൻ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കരുത്. ഈ ത്രോംബിനാണ് ട്രാൻസ്ഫോം ആവുന്നത്, ചേഞ്ച് ആവുന്നത്. എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഫൈബ്രിനോജനായിട്ട് ചേഞ്ച് ചെയ്യും. ഫൈബ്രിനോജൻ എന്തായിട്ട് മാറും? ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറും. ഫൈബ്രിൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഇത് മാറും. ആരുടെ സഹായത്തോടു കൂടി? ത്രോംബിൻ്റെ സഹായത്തോടു കൂടി മാറും. ദ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് എൻറ്റാങ്കിൾഡ് ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ് ടു ഫോം എന്താണ്? ബ്ലഡ് ക്ലോട്ട്. നമ്മൾ RBCയും പ്ലേറ്റ്ലെറ്റ്സും ഗെറ്റ് എൻറ്റാങ്കിൾഡ് ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൻ ഫൈബേഴ്സ്. ആ ഫൈബ്രിൻ ഫൈബേഴ്സിനകത്ത് ആരുണ്ട്? RBCയും നമുക്ക് പറഞ്ഞ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. ഇതാണ് എന്തിന് സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്.
ഇതൊരു ക്ലിയർ ആയില്ലേ? ബ്ലഡ് ക്ലോട്ടിങ് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഇതെനിക്ക് ഈ ബ്ലഡ് ക്ലോട്ടിങ് എപ്പോഴും പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ എക്സാമിന് എഴുതിയ ഒരു തെറ്റായിരുന്നു. ഞാൻ എഴുതിയത് ത്രോംബിൻ കൺവേർട്ടഡ് ടു പ്രോത്രോംബിൻ എന്ന് എഴുതി. നമുക്ക് തെറ്റ് പറ്റാം, സ്വാഭാവികമാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. രണ്ടും സിമിലർ വേർഡ്സ് ആണ്. പ്രോ മാത്രമേ ഇല്ല, പ്രോത്രോംബിൻ ത്രോംബിൻ. നമുക്ക് രണ്ടും കൺഫ്യൂസ് ആവുന്ന വാക്കുകളാണ്. ഞാനും എക്സാമിന് എഴുതി വെച്ചു ത്രോംബിൻ കൺവേർട്ടഡ് ടു പ്രോത്രോംബിൻ എന്ന് എഴുതി. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എക്സാമിന് ഞാൻ നന്നായിട്ട് എഴുതിയ അമ്മ, ബ്ലഡ് ക്ലോട്ട് നമുക്ക് എസ് ആയിരുന്നു, നന്നായിട്ട് എഴുതിയ അമ്മ, പാസ്സാവും അമ്മ എന്നൊക്കെ വന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല. അങ്ങനെ എന്ത് സംഭവിച്ചത്? പേപ്പർ വാങ്ങിച്ച് നോക്കിയപ്പോൾ തെറ്റ് എവിടെയായിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ പി കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്. PQRST അങ്ങനെയല്ലേ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്യുക. ഫസ്റ്റ് പി ആണ് വരുന്നത്. അപ്പോൾ പ്രോത്രോംബിൻ കൺവേർട്ട് ടു ത്രോംബിൻ. PQRST PT പ്രോത്രോംബിൻ കൺവേർട്ട് ടു ത്രോംബിൻ. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോത്രോംബിൻ ത്രോംബിനുമായിട്ട് നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല. പിന്നെ ഇത് സിമ്പിൾ അല്ല. ഫൈബ്രിനോജൻ കഴിഞ്ഞിട്ടാണ് ഫൈബേഴ്സ് വരുന്നത്. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാറരുത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്ത് പറഞ്ഞു. കാരണം എനിക്ക് മാർക്ക് പോയത് നിങ്ങൾക്ക് ആർക്കും മാർക്ക് പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. The blood clotting helps to prevent the bleeding and checks the entry of pathogens through the wounds. നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് വെച്ചാൽ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനും പാത്തജൻസിൻ്റെ എൻട്രീനെ തടയാനും ഒക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. ആസ് ദ ബ്ലഡ് ക്ലോട്ട്സ് ദ പ്രോസസ് ഓഫ് ഹീലിംഗ് വുഡ് ഓൾസോ ബിഗിൻസ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരുടെ വരവായി? ഹീലിങ്ങിൻ്റെ വരവ്. അടുത്തതാണ് ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ഇപ്പോൾ നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് മുതൽ നമ്മൾ ഊണ്ടിൻ്റെ കാര്യം പഠിച്ചത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഇഞ്ചുറിയാണ്. ഇത്രയും നിങ്ങൾ ടെസ്റ്റിൽ ഡിവൈഡ് ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. പഠിച്ചോ? ആദ്യം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ചെയ്തതിനു ശേഷം ആര് വരും? ഹീലിംഗ് ഓഫ് ദ വൂണ്ട് വരും. നിങ്ങൾ ആ ഇഞ്ചുറിയുടെ 3 റെസ്പോൺസ് ആയിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇഞ്ചുറിക്ക് 3 റെസ്പോൺസ് ഉണ്ട്. എന്താ? ഫസ്റ്റത്തെ റെസ്പോൺസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, രണ്ടാമത്തത് ബ്ലഡ് ക്ലോട്ടിംഗ്, മൂന്നാമത്തത് ഹീലിംഗ് ഓഫ് ദ വൂണ്ട്. അങ്ങനെ 3 റെസ്പോൺസാണ് ഒരു ഇഞ്ചുറി നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി നടക്കുമ്പോൾ 3ാമത്തെ റെസ്പോൺസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഹീലിംഗ് ഓഫ് ദ വൂണ്ട് പഠിക്കാൻ പോകുന്നത്. ഹീലിംഗ് ഓഫ് ദ വൂണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസും നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണിതെന്ന് പറയുന്നത് നമ്മൾ ഹീലിംഗ് ഓഫ് ദ വൂണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു വൂണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ടിഷ്യൂസൊക്കെ ഡീജനറേറ്റ് ആയി പോകും. സ്വാഭാവികമായിട്ട് നമുക്കവിടെ പുതിയ ടിഷ്യൂസ് വരും. നമ്മുടെ സ്കിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അതേ സെയിം അല്ലെങ്കിൽ സിമിലർ ടിഷ്യൂസാണ് വരുന്നെങ്കിൽ അവിടെ നമുക്ക് പാടുണ്ടാവത്തില്ല. ആ സെയിം സിമിലർ ടിഷ്യൂസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ പാട് വരത്തില്ല. ഇൻ സം കേസസ്, ചില കേസസിൽ സിമിലർ ടിഷ്യൂസ് ഫോം ചെയ്യാത്ത സമയത്ത് ആരിടപെടും? നമ്മളെ ഉള്ളിലേത്തുള്ള ടിഷ്യൂ ആയ കണക്റ്റീവ് ടിഷ്യൂ ഇടപെടും. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ വന്നിട്ട് ഈ ടിഷ്യൂസിനെ വന്ന് നമ്മൾ ഊണ്ടായിട്ടുള്ള അവിടെ വന്ന് കണക്റ്റീവ് ടിഷ്യൂസ് വന്ന് കവർ ചെയ്യും. അങ്ങനെ കണക്റ്റീവ് ടിഷ്യൂസ് ആണ് നമ്മൾ ഊണ്ടിനെ കവർ ചെയ്യുവാണെങ്കിൽ, ഹീലിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? സ്കാർ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം ടെക്സ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഊണ്ട് ഹീൽ ചെയ്യേണ്ട സാധ്യത കുറവാണ്, അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കൊരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ഊണ്ട് ഉണങ്ങേണ്ട മുറിവ് ഉണങ്ങേണ്ട സമയം കൂടുതലായിരിക്കും. പിന്നെ ഹയർ ഇമ്മ്യൂണിറ്റി ഉള്ളവർ, ഭയങ്കര ഇമ്മ്യൂണിറ്റി, ഭയങ്കര ഡിഫൻസ് മെക്കാനിസം ഉള്ളവരുടെ ശരീരത്തിലാണെങ്കിൽ പെട്ടെന്ന് വൂണ്ട് ഹീൽ ചെയ്യുകയും ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറയുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത്. ടെക്സ്റ്റൂടെ വായിച്ച് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഇതിനെ പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ ഹീലിംഗ് ഓഫ് ദ വൂണ്ട് ഇസ് എ സ്റ്റേജ് ആഫ്റ്റർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഹീലിംഗ് ഓഫ് ദ വൂണ്ട് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ശേഷവും ബ്ലഡ് ക്ലോട്ടിങ്ങിന് ശേഷവും ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീലിംഗ് ഓഫ് ദ വൂണ്ട് എന്ന് നമ്മൾ പറയുന്നത്. വെൻ ദ വൂണ്ട് ഒക്കേഴ്സ്, ന്യൂ സിമിലർ ടിഷ്യൂസ് ആർ ഫോംഡ് ഇൻ ദ പ്ലേസ് ഓഫ് ടിഷ്യൂസ് ഡാമേജ്ഡ് ഓർ ലോസ്ഡ് ബൈ ദ വൂണ്ട്. ഒരു വൂണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയ സിമിലർ നഷ്ടപ്പെട്ടു പോയ അതേ സിമിലർ ടിഷ്യൂസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കവിടെ എന്ത് സംഭവിക്കില്ല? സ്കാർ ഉണ്ടാവത്തില്ല. ഇൻ സച്ച് സിറ്റുവേഷൻ ദ വൂണ്ട് സ്കാർ ഡസ് നോട്ട് ബി റിമൈനിങ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്കാർ ഉണ്ടാവത്തില്ല. നമുക്ക് സാധാ പോലെ ആയിരിക്കും, സ്കാർ ഉണ്ടാവത്തില്ല. ബട്ട് ഇൻ കേസസ്
when the new similar tissues cannot be formed. ചില കേസസിൽ ന്യൂ സിമിലർ ടിഷ്യൂസ് ഫോം ചെയ്യത്തില്ല. അപ്പം ആരിടപെടും? കണക്റ്റീവ് ടിഷ്യൂസ് ഇടപെട്ട് എന്ത് ചെയ്യും? ഊണ്ടിനെ ഹീൽ ചെയ്യിപ്പിക്കും. ദ കണക്റ്റീവ് ടിഷ്യൂസ് ഹീൽസ് ദ ഊണ്ട്. ഇൻ സച്ച് സിറ്റുവേഷൻ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ദ ഊണ്ട് സ്കാർസ് റിമൈൻ. അവിടെ ഊണ്ട് സ്കാർസ് ഉണ്ടാവും, പാടുകൾ ഉണ്ടാകും. ഇൻഫെക്ഷൻസ് ത്രൂ ദ ഊണ്ട് സ്ലോ ഡൗൺ ദ ഹീലിംഗ് പ്രോസസ്. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഊണ്ട് ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് സ്ലോ ഡൗൺ ആയിരിക്കും. ദ സ്ട്രോങ് ഡിഫൻസ് മെക്കാനിസം, ഭയങ്കര ഡിഫൻസ് മെക്കാനിസം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ accelerates the process of wound healing and reduces the chance of infection. ഭയങ്കര ഡിഫൻസ് മെക്കാനിസം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഊണ്ട് പെട്ടെന്ന് ഉണങ്ങുകയും എന്താണ് ഇൻഫെക്ഷൻ വരേണ്ട സാധ്യത റേറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഹീലിംഗ് ഓഫ് ദ ഊണ്ട്. നമ്മളപ്പോൾ ഇഞ്ചുറിയിലെ മൂന്നാമത്തെ റെസ്പോൺസാണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇതുതന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് പെട്ടെന്നൊരു കൺഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഹീലിംഗ് ഓഫ് ദ വുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസും ബ്ലഡ് ക്ലോട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സ്റ്റേജാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്ഥലത്ത് വുണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ ടിഷ്യൂസ് പോലെ സിമിലർ ആയിട്ടുള്ള പുതിയ ടിഷ്യൂസ് വരുവാണെങ്കിൽ അവിടെ സ്കാർ ഉണ്ടാവത്തില്ല. ക്ലിയർ? പക്ഷേ ചില കണ്ടീഷനിൽ നഷ്ടപ്പെട്ടു പോയ ടിഷ്യൂസിൻ്റെ അവിടെ അതേപോലെ സിമിലർ ടിഷ്യൂ ഉണ്ടാവത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉള്ളിലത്തെ ടിഷ്യൂസായ കണക്റ്റീവ് ടിഷ്യൂ ഇടപെട്ട് ആ ഊണ്ടിനെ ഹീൽ ചെയ്യിപ്പിക്കും. അങ്ങനെ കണക്റ്റീവ് ടിഷ്യൂസാണ് ഊണ്ടിനെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അവിടെ ആര് ഫോം ചെയ്യുന്നു? നമ്മളുടെ സ്കാർ ഫോം ചെയ്യുന്നു. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഊണ്ട് ഉണങ്ങേണ്ട ടൈം കൂടുതലായിരിക്കും. പക്ഷേ എന്താണ് നല്ല ഡിഫൻസ് മെക്കാനിസം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, നല്ല ഹൈ ഇമ്മ്യൂണിറ്റി പവറുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഊണ്ട് ഉണങ്ങുകയും അതിൻ്റെ റേറ്റ് ഓഫ് ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറയുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഹീലിംഗ് ഓഫ് വൂണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചത് 3 കാര്യങ്ങളായിരുന്നു. ഫാഗോസൈറ്റോസിസ് പഠിച്ചു, ബ്ലഡ് ക്ലോട്ടിങ് പഠിച്ചു, ഹീലിംഗ് ഓഫ് ദ വൂണ്ട് പഠിച്ചു. ഇപ്പോൾ ഞാൻ കുറച്ച് 3 ടോപ്പിക്ക് മാത്രം എടുക്കാൻ കാരണം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ എടുക്കുന്ന വീഡിയോ വരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് ജാനുവരിക്ക് മുൻപ് നമ്മൾ ഈ പാർട്ട് 2 ടെക്സ്റ്റ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമുക്കങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ട്രൈ ചെയ്താൽ ഷുവറായിട്ട് ബയോളജി നിങ്ങൾക്ക് A+ ഷുവറായിട്ട് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിച്ചില്ല. കഴിഞ്ഞ വീഡിയോയ്ക്ക് ചോദ്യം ചോദിച്ച കുറച്ച് പേര് മാത്രമേ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് അയച്ചുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കമൻറ്റായിട്ട് അയക്കുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് നമ്മൾ പഠിച്ചു. ബ്ലഡ് ക്ലോട്ടിങ്ങിൽ പ്രോത്രോംബിനാണ് ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, ചോദ്യം ഒന്നുകൂടി. പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് നമ്മളെ ഫാഗോസൈറ്റോസിസിൽ പാത്തജനെ നശിപ്പിച്ച് കളയാൻ, ഡീജനറേറ്റ് ചെയ്ത് കളയാൻ ഏത് എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസിൽ നമ്മൾ പാത്തജനെ അല്ലെങ്കിൽ ജംസിനെ നശിപ്പിച്ച് കളയാൻ, ഡീജനറേറ്റ് ചെയ്ത് കളയാൻ ഏത് എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, ഇന്നും 2 ചോദ്യമാണുള്ളത്. 2 ചോദ്യം നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ ബൈ.